എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ കിരണിന്റെയും കല്യാണിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് കിരണും കല്യാണി ക്ഷേത്രത്തിലെത്തി പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പൊ കിരണിന്റെ മനസ്സിലെ പ്രാർത്ഥന, എന്റെ ഭഗവാനെ 3-4 ദിവസം ഇവളെ പിരിഞ്ഞിരിക്കണം. ഇതുവരെയായിട്ടും അങ്ങനെ പിരിഞ്ഞിരുന്നിട്ടില്ല. ആദ്യമായിട്ടാണ്. കല്യാണത്തിന് ശേഷമോ അങ്ങനെ ഒരു അവസരങ്ങൾ ഉണ്ടായിട്ടില്ല. അവളെ കാത്തോണെന്ന് പറഞ്ഞാണ് കിരൺ പ്രാർത്ഥിക്കുന്നത്. കല്യാണിക്കും മറിച്ചൊന്നും ആയിരുന്നില്ല. കാരണം കല്യാണിന്റെ ഉള്ളിൽ വല്ലാത്ത സങ്കടം ഉണ്ടായിരുന്നു. ആദ്യമായിട്ടാണ് കിരണേട്ടനെ പിരിഞ്ഞിരിക്കാൻ പോകുന്നത്, താൻ പോകാൻ പോകുന്നത്. അതൊക്കെ ഓർത്ത് വല്ലാത്ത വിഷമം. അങ്ങനെ തന്റെ വിഷമങ്ങളും വേദനകളും എല്ലാം കല്യാണിയും ദേവിയുടെ മുന്നിൽ പറയുന്നുണ്ട്. ഈ സമയം തിരുമേനി അങ്ങോട്ട് വന്നു. ആഹാ, കുറെ ദിവസമല്ല കണ്ടിട്ടെന്ന് പറയാം. അത് കുറച്ച് തിരക്കായി പോയതുകൊണ്ട് അതുകൊണ്ടാന്ന് പറയാം. നേരത്തെ കല്യാണി മോള് എന്നും ഇവിടെ വന്ന് വരുമായിരുന്നു. കല്യാണി മോളുടെ പ്രാർത്ഥന എന്തായാലും അറിയാവോ? അമ്മയ്ക്ക് സ്വസ്ഥത കൊടുക്കണം, അതുപോലെ മാത്രമല്ല അച്ഛൻ തന്നെ സ്നേഹിക്കണം എന്നുള്ളത്. പക്ഷേങ്കില് കല്യാണിമോളുടെ ഒരു പ്രാർത്ഥന ദൈവം കേട്ടു. അമ്മയ്ക്ക് ഇപ്പൊ നല്ല സുഖമല്ലേന്ന് നിൽക്കുക. ഇത് കേട്ടപ്പോ കല്യാണി പറഞ്ഞു, അത് തിരുമേനിന്ന് പറയാം. പക്ഷെ രണ്ടാമത്തെ പ്രാർത്ഥന മാത്രം ദൈവം കേട്ടില്ലല്ലേന്ന് ചോദിക്കുക. അതോർത്ത് എനിക്ക് വിഷമമൊന്നും ഇല്ല തിരുമേനി. ഇപ്പൊ ഞാൻ അതുമായിട്ട് അങ്ങോട്ട് പൊരുത്തപ്പെട്ടു പോയെന്ന് പറയണം. ഇത് കേട്ടപ്പോ തിരുമേനി പറഞ്ഞു, എല്ലാം ഒരു ദിവസം ശരിയാവുന്നേ. ദേവിയുടെ മുന്നിൽ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും നടക്കാതെ പോയിട്ടില്ലെന്ന് പറയാം. പെട്ടെന്ന് കിരൺ പറഞ്ഞു, അതൊന്നുമില്ല. ഇപ്പൊ ഞങ്ങൾ വന്നേ കല്യാണി ഇനി അടുത്ത ദിവസം പുറത്തു വരെയൊന്ന് പോവാന്ന് പറയണം. ഓ ആണോ? നല്ല കാര്യമാണ്. ദേവിയുടെ മുന്നിൽ പ്രാർത്ഥിച്ചിട്ട് വെക്കോ, ഒരാപത്ത് വരത്തില്ല എന്ന് പറയാം. പിന്നെ ഇടയ്ക്ക് വന്ന് ദേവിയോട് പ്രാർത്ഥിച്ചാൽ മതി. ദേവിയുടെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാവും. പിന്നെ കല്യാണി മോൾ ഇങ്ങോട്ട് വരുന്നേ ദേവിക്ക് സന്തോഷമുള്ളൊരു കാര്യമല്ലേന്ന് പറയാം. അങ്ങനെ അവര് പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങി കഴിഞ്ഞപ്പോ കിരൺ ചോദിച്ചു, എന്താ നീ പ്രാർത്ഥിച്ചേ? അത് പിന്നെ പറയാനുണ്ടോ? എത്രയും പെട്ടെന്ന് 3-4 ദിവസം ഒന്ന് പോയി കിട്ടണേന്ന്. കാരണം കിരണേട്ടന് ഒപ്പില്ലാത്ത ദിവസത്തെ കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല എന്ന് പറയണം. അവരെങ്ങനെ പിന്നീട് ക്ഷേത്രത്തിൽ നിന്ന് പോരുവാണ്. പിന്നീട് കാണിക്കുന്ന നിഷയും മനോഹറും കൂടെ കൂടിയിട്ട് പുറത്തിറങ്ങിയിരിക്കുകയാണ്. അങ്ങനെ രണ്ടുപേരും കൂടെ ബൈക്കിലാണ് വരുന്നത്. അങ്ങനെ ബൈക്കിലേക്ക് ഒന്ന് കയറാൻ തുടങ്ങുമ്പോഴത്തേനും നിഷയോട് പറഞ്ഞു, അല്ല നീ കാര്യമായിട്ടൊന്നും വാങ്ങില്ല, പർച്ചേസ് ചെയ്തില്ലോ എന്ന് പറയാം. നിഷ പറഞ്ഞു, എന്തിനാ കൂടുതൽ എടുക്കണേ? ഡ്രസ്സൊക്കെ എനിക്ക് ആവശ്യത്തിന് മിച്ചമുണ്ടെന്ന് പറയാം. ഈ സമയം മനോഹരൻ, ശരിയാ, അല്ലെങ്കിൽ എന്തിനാ? ഇനിയിപ്പോ നമ്മൾ അമേരിക്കയ്ക്ക് പോയി കഴിയുമ്പോൾ ഇവിടുത്തെ ഡ്രസ്സിന്റെ കാര്യമൊന്നുമില്ലല്ലോ. അവിടെ നമ്മൾ വേറെ മോഡൽ ഡ്രസ്സല്ലേ ധരിക്കുന്നേ. അവിടെ ചില തണുപ്പ് കൂടുതലുള്ളതല്ലേന്ന് ചോദിക്കും. ശരിയാ, അത് മതി എന്ന് പറയണം. എന്തായാലും നമ്മൾ ഇവിടെയല്ല നമ്മൾ ദാമ്പത്യം ആഘോഷിക്കാൻ പോകുന്നത്, നമ്മൾ അവിടെയാന്ന് പറയാം. നിഷ പറഞ്ഞു, എല്ലാം എൻ്റെ ഒരു ഭാഗ്യമാന്ന് പറയാണ്. എന്നാ ശരി, കേറ്, നമുക്ക് പോവാന്ന് പറഞ്ഞുകൊണ്ട് അവരങ്ങോട്ട് കയറുവാണ്. ഈ സമയത്താണ് കല്യാണിയും കിരണും കൂടെ ആ കാഴ്ച കാണുന്നത്. കിരൺ പെട്ടെന്ന് ഓർത്തു, അത് ആ മേഘനയുടെ അനിയത്തി നിഷയല്ലേന്ന് ചോദിക്കുകയാണ്. കല്യാണം നോക്കിയിട്ട്, അതേലോ. അല്ല മേഘനയുടെ കല്യാണം മേഘനയുടെ അനിയത്തിയുടെ കല്യാണം ഈ ഇടയിൽ കഴിഞ്ഞെന്ന് ചോദിക്കും. കഴിഞ്ഞല്ലോ? അതെ. ഓ, ഭർത്താവായിരിക്കും കൂടെയുള്ള. പക്ഷേ കണ്ടപ്പോ എന്തോ ഒരു സംശയം കിരൺ പറഞ്ഞു, എനിക്ക് അവനെ കണ്ട് എന്തോ ഒരു സംശയം തോന്നും. എന്താ കിരണേട്ടാ? ഒരു സംശയം, നമുക്ക് അവളെ ഒന്ന് ഫോളോ ചെയ്യാന്ന് പറയണം. അങ്ങനെ അവര് പോയ വഴി തന്നെ ഇവര് ഫോളോ ചെയ്യണം. എന്താ കിരണേട്ട എന്താ സംശയം എന്ന് ചോദിക്കും. എനിക്ക് അവനെ കണ്ടിട്ട് ആ മനോഹറിന്റെ ഒരു ചെറിയ ലുക്ക് തോന്നുന്നുണ്ടെന്ന് പറയണം. അവനാണോന്നൊന്ന് ഉറപ്പിക്കണമെന്ന് പറയാം. ഇത് കേട്ടതും കല്യാണി പറഞ്ഞു, മനോഹറോ? അതെ, അവനാവാനാണ് ചാൻസ് കൂടുതൽ. കാരണം അവനെപ്പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് കുഴപ്പമില്ല, നമുക്ക് അവനെ ഒന്ന് ഫോളോ ചെയ്യാന്ന് പറയണം. അങ്ങനെ ഇവര് ഫോളോ ചെയ്ത് പോവാണ്. പിന്നീട് കാണിക്കുന്ന ഒരു കടൽത്തീരത്തുള്ള റെസ്റ്റോറൻ്റ് ആയി. അങ്ങോട്ടാണ് മനോഹർ നിഷയ്ക്ക് അങ്ങോട്ട് ചെല്ലുന്നത്. അങ്ങനെ ചെന്നിറങ്ങിയപ്പോഴത്തേനും നിഷ ചോദിച്ചു, അല്ല രോഹിയേട്ട, ഇതെന്താ ഈ റെസ്റ്റോറൻറ്റിൽ? ഇത് ഒഴിഞ്ഞു കൊള്ളുള്ള റെസ്റ്റോറൻ്റ് ആണല്ലോ. അതെ, ഇവിടെ ആകുമ്പോൾ പിന്നെ നമുക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. ആദ്യം തിരക്കും ബഹളമൊന്നും ഇല്ലാതെ നമുക്ക് സ്വസ്ഥതയോടെ ഇരുന്ന് ഫുഡ് കഴിച്ചിട്ട് പോകാൻ പറ്റുമെന്ന് പറയാം. പിന്നീട് മനോഹർ അങ്ങോട്ട് ഇറങ്ങണം. അപ്പൊ ഹെൽമെറ്റ് ഊരിയിട്ടില്ല. അല്ല, എന്താ രോഹിയേട്ട ഹെൽമെറ്റ് ഊരാത്തെ? എന്റെ മോളു, ഇത് വില പിടിച്ച ഹെൽമെറ്റാ. ഇതൊക്കെ ഊരി വെക്കാൻ പറ്റുമോ? ഊരി വെച്ചിട്ടുണ്ടെങ്കിൽ ആരും എടുത്തോണ്ട് പോകത്തില്ലേ? അതുകൊണ്ടാ. ഇത് നമ്മൾ ഇരിക്കുന്നിടത്ത് കൊണ്ടേ വെച്ചാ പോരെ. അതേപോലെ തന്നെ മുഖം ആരും കാണല്ലേ ഇവിടെ. അങ്ങനെ ഒരു ചിന്തയായിരുന്നു മനോഹറിന്റെ ഉള്ളിലുണ്ടായിരുന്നത്. ഈ സമയത്ത് അവരെ ഫോളോ ചെയ്ത് കല്യാണിയും കിരണും കൂടെ അങ്ങോട്ട് വരുന്നത്. പെട്ടെന്നാണ് അവരെ കാഴ്ച കാണുന്നത്. ഇത് മനോഹർ തന്നെ. കല്യാണം പറഞ്ഞു, ഇപ്പൊ എങ്ങനെയുണ്ട്? ഞാൻ പറഞ്ഞ സത്യമല്ലേന്ന് ചോദിക്കും. ഓഹോ, അപ്പൊ അതാണ് ഇവൻ മുഖം മറച്ചെന്ന് കല്യാണ മണ്ഡപത്തിലേക്ക് കയറി വന്നില്ലേ? ഇപ്പോഴല്ലേ മനസ്സിലാവുന്നേ? കിരൺ പറഞ്ഞു, എനിക്കിപ്പോ സന്തോഷമായി. നല്ല 8ന്റെ പണി തന്നെയാ മേഘനയുടെ അനിയത്തി നിഷയ്ക്ക് കിട്ടിയിരിക്കുന്നത്. അല്ലെങ്കിലും അവളുടെ അഹങ്കാരത്തിന് കിട്ടിയ തിരിച്ചടി അത്. അവളെ പോലുള്ള അഹങ്കാരിയായ പെണ്ണിന് ഇതുപോലത്തെ പണി വേണം കിട്ടാനെന്ന് പറയാം. എന്നാലും ആ മനോഹർ, അവൻ എത്രമാത്രം ചതിയനായ പോലെ എന്റെ കിരണേട്ടാന്ന് പറയാം. അവന്റെ സ്വഭാവം നമുക്ക് അറിയാവുന്നതല്ലേ കല്യാണി. അതിന് പ്രത്യേകിച്ച് വല്ല പറയേണ്ട കാര്യമുണ്ടോ? അതൊന്നും ഇല്ല, നമുക്ക് പോവാന്ന് പറയാം. അല്ല, ഇപ്പം നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ അവൻ ചെന്നിരിക്കട്ടെ. അവൻ ചെന്നിരുന്നിട്ട് നമുക്ക് പതുക്കെ അങ്ങോട്ട് ചെല്ലാം. അല്ലെങ്കിൽ ചിലപ്പോൾ അവൻ അവിടെ നിന്ന് എസ്കേപ്പ് ആവാൻ വഴിയുണ്ടെന്ന് കല്യാണി പറയാം. ഇത് ശരിയാന്ന് കിരണം പറയാണ്. ഈ സമയം മനോഹറും നിഷയും കൂടെ റെസ്റ്റോറൻറ്റിലേക്ക് കയറി ചെന്നു. പിന്നെ നിഷയോട് പറഞ്ഞു, അതെ മോളിന് ഇഷ്ടമുള്ള സാധനങ്ങളെല്ലാം ഓർഡർ ചെയ്തോളാൻ പറയാം. ഇത് കേട്ട നിഷ പറഞ്ഞു, അതിൻ്റെ ഒന്നും ആവശ്യമില്ല രോഹിയേട്ടാ. എനിക്ക് രോഹിയേട്ടൻ്റെ കൂടെ കുറച്ച് സമയം ഇരുന്ന് സംസാരിക്കണം, അത് മാത്രമേ ഉള്ളൂ.
അത്രമാത്രം ആഗ്രഹത്തോടെ ഞാൻ വന്നേന്ന് പറയാം. ഇതെന്താ നമ്മൾ ഇങ്ങനെയൊക്കെ പറയണേ? നമ്മൾ കാമുകികാമുമാരൊന്നും അല്ല, ഭാര്യ ഭർത്താക്കന്മാരല്ലേ? ഓ, അങ്ങനെ അങ്ങ് പറയല്ലേ. നമ്മൾ ഈടെ കല്യാണം കഴിച്ചല്ലേ ഉള്ളൂ. രോഹിയേട്ട എപ്പോഴും നമ്മൾ കാമുകികാമുമാര് തന്നെയാന്ന് പറയാം. ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കിരണും കല്യാണിയും കൂടെ അങ്ങോട്ട് കയറി വരുന്നേ. ഈ സമയത്ത് മെനു കാർഡ് നോക്കിക്കൊണ്ടിരിക്കുകയാണ് നിഷ. നിഷ അവരെ കണ്ടില്ല, പക്ഷെ മനോഹർ കണ്ടു. അവരെ കണ്ടൊരു ഞെട്ടലുണ്ടായി. എന്റെ ഭഗവാനെ, ആളില്ലാത്തൊരു സ്ഥലത്തേക്ക് വന്നാണ്. അപ്പൊ ഈ മരത്തോളം എന്തിനാ ഇങ്ങോട്ട് വന്നേ? ഓ, ഇത് തനിക്ക് വല്ല കുരിശാണല്ലോ ഈ വരുന്നേ. ഇനിയിപ്പോ എന്ത് ചെയ്യും? എങ്ങനെയെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെട്ടേ മതിയാവുള്ളൂ. പെട്ടെന്ന് തന്നെ മനോഹർ നിഷയോട്, എനിക്കൊന്ന് ബാത്റൂമിൽ പോകണം. അല്ല രോഹിട്ട് മുമ്പേ പോയതല്ലേ, എന്താണെന്ന് അറിയത്തില്ല. ഞാൻ ഇപ്പൊ പോയിട്ട് പെട്ടെന്ന് ഇപ്പൊ തന്നെ വരാം. മോള് ഇവിടെ ഇരിക്കാനും പറഞ്ഞ് പുറത്തേക്ക് അങ്ങോട്ട് ഇറങ്ങി പോവാണ്. ഈ സമയത്ത് കല്യാണിയോട് കിരൺ പറഞ്ഞു, അതെ ശരി കണ്ടോ, നമ്മളെ കണ്ടിട്ട് അവന് എസ്കേപ്പ് ആയേക്കുന്നതായിരിക്കും എന്ന് പറയാം. ഈ സമയം കിരൺ പറഞ്ഞു, വാഷ്റൂമിലേക്കായിരിക്കും പോയിരിക്കുന്നത്. അവൻ മിക്കവാറും അവിടെ കാണുമായിരിക്കും. എത്ര സമയം അവനെ വിളിച്ചിരിക്കാൻ പറ്റുമോ? അവനിട്ടൊരു പണി കൊടുക്കണ്ടെന്ന് ചോദിക്കാം. കല്യാണി പറഞ്ഞു, കൊടുക്കണം, നല്ലൊരു പണി തന്നെ അവനിട്ട് കൊടുക്കണം എന്ന് പറയാം. പിന്നീട് അവരുണ്ടോ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. ഈ സമയം നിഷ അവരെ മൈൻഡ് ചെയ്യുന്നേ ഉണ്ടായിരുന്നില്ല. പിന്നീട് കിരൺ, ഞാൻ ഇപ്പൊ വരാമെന്ന് പറഞ്ഞ് അങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങി പോവാണ്. അങ്ങനെ ചെന്ന് നോക്കി പുറത്തേക്കും കണ്ടില്ല അവനെ. ഓഹോ, അപ്പൊ അവൻ ബാത്റൂമിനകത്ത് കയറി ഒളിച്ചിരിക്കുക. അവൻ പുറത്തിറങ്ങുമല്ലോ എന്നോർത്ത് കിരൺ അവിടെ വെയിറ്റ് ചെയ്തിരിക്കുക. കുറച്ച് സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പത്തിന് മനോഹർ പതുക്കെ ഈ എലിയൊക്കെ മാളത്തിൽ നിന്ന് തല പുറത്തിരുന്ന പോലെ ഇങ്ങനെ പുറത്തേക്ക് ഒന്ന് എത്തി നോക്കണം ആരെങ്കിലും ഉണ്ടോന്ന്. നോക്കിയിട്ട് ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങോട്ട് ഇറങ്ങി വന്ന് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ആ കാഴ്ച കാണുന്നത്. തന്റെ മുന്നിലേക്ക് കിരൺ വന്നിരിക്കുന്നേ. പെട്ടെന്ന് മനോഹറിന് ഓടണോ നിൽക്കണോ എന്നൊരവസ്ഥയായിപ്പോയി. മനോഹർ ചോദിച്ചു, എന്താടാ നീ, അല്ല കിരൺ ചോദിച്ചു, എന്താടാ നീ ഇവിടെ? അല്ല അത് പിന്നെ ഞാന്, സത്യം പറയടാ, നിന്റെ കൂടെ ഒപ്പമുള്ള പെൺകുട്ടി അതെന്ന് ചോദിക്കാം. അല്ല അത് പിന്നെ കിരൺ സാറ്, സത്യം പറയടാ. അല്ല അത് ആ മേഘനയുടെ അനിയത്തി നിഷ അല്ലേന്ന് ചോദിക്കും. അവളുടെ കല്യാണം ഈ ഇട കഴിഞ്ഞല്ലേന്ന് ചോദിക്കും. അല്ല എടാ നീ സത്യം പറ, നീയാണോ അവളുടെ ഭർത്താവെന്ന് ചോദിക്കൂ. കുറെ ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിച്ചോണ്ടിരിക്കുക. ആകെപ്പാടെ വല്ലാത്തൊരു അവസ്ഥയെ പോയി മനോഹർ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ച കാര്യമല്ലായിരുന്നല്ലോ അത്. പിന്നീട് ചോദിച്ചു, സത്യം പറയടാ. അത് പിന്നെ അങ്ങനെ ഒരു സംഭവിച്ചു പോയി. കാരണം ഞാനല്ല, അവൾ എന്റെ പുറകെ വന്നത്. അങ്ങനെ ഈ വിവാഹം കഴിഞ്ഞെന്ന് പറയാം. ഓ, അങ്ങനെ വരട്ടെന്ന് പറഞ്ഞ ഒറ്റ ഒരു അടിയായിരുന്നു കാരണം തീർത്ത് അങ്ങോട്ട് കൊടുത്തേ. പിന്നീട്, അയ്യോ കിരൺ സാറ് എന്നെ ഉപദ്രവിക്കലെന്ന് പറയും. ഉപദ്രവിക്കലെന്ന് പറഞ്ഞിട്ട് അവനെ കൈ കൂപ്പം അങ്ങോട്ട്, നീ എന്തിനാടാ എന്റെ മുന്നിൽ തൊഴുത് നിൽക്കുന്നതെന്ന് ചോദിച്ചിട്ട് വീണ്ടും 2 റൗണ്ടിൽ ഇട്ട് കൊടുക്കുക. പിന്നെ ഉണ്ടല്ലോ, സത്യം പറഞ്ഞുകൊണ്ട് നിന്നെ വെറുതെ വിടുന്നു. ഇല്ലെങ്കിൽ ഉണ്ടല്ലോ ഇപ്പൊ തന്നെ നിഷയുടെ മുന്നിൽ കൊണ്ടിട്ട് നിന്റെ കള്ളത്തരങ്ങളൊക്കെ പുറത്തു കൊണ്ടുതന്നെ. അയ്യോ വേണ്ടാന്ന് പറയണ, വേണ്ടല്ലേ? എടാ ഇപ്പൊ നിന്നോട് ക്ഷമിച്ച എന്തിനാന്നറിയോ? അവളെ പോലെ അഹങ്കാരിയായ പെണ്ണിന് നിന്നെപ്പോലെ ഭർത്താവിനെ കിട്ടണ്ടേ. അവളും അതേ സരയും എല്ലാം കണക്കാം, എല്ലാ അഹങ്കാരികളാ. അതുകൊണ്ട് എന്താ അവർക്ക് കിട്ടാവുന്നതാ കിട്ടിയിരിക്കണേ. ആ മേഘനയെ പോലെയുള്ള പാവ ഒരു പെൺകുട്ടിയെ വേദനിപ്പിച്ച നിഷ എന്ന് പറയുന്ന ഭൂതന. അപ്പൊ അവൾക്കിട്ട് കിട്ടാണ്ട പണി തന്നെ നീയും. ഇത് വേറെ എന്ത് പണിയാടാ ഇനി അവൾക്ക് കൊടുക്കാനുള്ളത്? ഒരു പക്ഷേങ്കില് അന്ന് തന്നെ അവള് നിഷ മേഘന വീട്ടിലേക്ക് വന്ന സമയത്ത് അവിടെ നാട്ടി ഇറക്കിയില്ലായിരുന്നെങ്കിൽ അവളുടെ ജീവിതം രക്ഷപ്പെട്ടു പോകാനും. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോടാ, നീ തലേ കയറാനെന്ന് അവളുടെ യോഗം എന്ന് പറയാം. കിരൺ സാറേ ഉപദ്രവിക്കരുത്, പറഞ്ഞു കൊടുക്കരുതെന്ന് പറയാം. അതെ ഇപ്പൊ എന്താണ് ഞാൻ പറയാനൊന്നും പോകുന്നില്ലെന്ന് പറഞ്ഞിട്ട് കിരൺ അങ്ങോട്ട് അകത്തേക്ക് അങ്ങോട്ട് കയറി പോവാണ്. അപ്പൊ കല്യാണി ഇങ്ങനെ കിരണിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു. പിന്നീട് കല്യാണിച്ച് എന്തായി കാര്യങ്ങൾ? അവനിട്ട് 2 പൊട്ടിച്ചിട്ട് ഞാൻ വരുന്നതെന്ന് പറയാം. എന്നാലും ഇവൾക്ക് ഇത് കിട്ടാണ് തന്നെയാ എന്റെ കല്യാണി. അതുകൊണ്ട് ഇനി സങ്കല്പേണ്ട കാര്യമില്ല. അന്നാ മേഘന വീട്ടിലേക്ക് കയറി ചെന്നപ്പം ഇവൾ അവളെ സ്വീകരിക്കുമായിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുമായിരുന്നോ? അന്നെങ്കിൽ ഇങ്ങനെ ഒരു ജീവിതം ഒരിക്കലും ഇവള് കിട്ടത്തില്ല. പറഞ്ഞിട്ട് കാര്യമില്ല, വരാനുള്ളത് വഴി തങ്ങുമല്ലോ എന്ന് പറയാണ്. ഈ സമയം മനോഹർ ആകപ്പാടെ പെട്ട് പുറത്ത് നിൽക്കുക. എങ്ങനെ അകത്തേക്ക് കയറിച്ചില്ലും, അവിടെ അവരുണ്ടല്ലോ. അങ്ങനെ വീണ്ടും വാഷ്റൂമിന്റെ അവിടെ വന്ന് നിൽക്കുകയാണ്. ഈ സമയം ഏറ്റവും വന്നിട്ട് ചോദിച്ചു, എന്താ സാർ ഇവിടെ നിൽക്കുന്നത്? അല്ല ഇവിടെ എങ്ങാനും ബാത്റൂം ഉണ്ടോ നിൽക്കുക? എന്താ അങ്ങനെ വെച്ചാൽ? അല്ല വയറിന് നല്ല സുഖമില്ല. അല്ല സാർ അതെന്ത് പറ്റി? എന്താണെന്ന് അറിയില്ല. ഇനിയിപ്പോ പുറത്ത് വരെ ഓടി പോകാനായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ടാ ചോദിച്ചേ. അല്ല പുറത്തേക്ക് ഇറങ്ങാനായിട്ടുള്ള ഇവിടുന്ന് വല്ല വഴിയുണ്ടോ എന്ന് ചോദിക്കും. അതെന്താ സാർ? അല്ല പെട്ടെന്നൊരു ആവശ്യം വന്നിട്ടുണ്ടെങ്കിൽ ഈ പുറത്തെ ബാത്റൂമിലേക്കാണല്ലോ ഓടി പോകാലെന്ന് ചോദിക്കുക. അല്ല സാറിന്റെ വൈഫല്ലേ അവിടെ ഇരിക്കണമെന്ന് ചോദിക്കും. ആ അതെ എന്റെ വൈഫാന്ന് പറയാണ്. വെയിറ്റർ അങ്ങോട്ട് കടന്നു പോകണം. അപ്പൊ മനോഹർ എങ്ങനെ രക്ഷപ്പെടും എന്നറിയാതെ മനോഹർ ഇങ്ങനെ ഇരിക്കുക. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മളിന്ന് കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു. നന്ദി.